ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വന്നിട്ട് ആഫ്റ്റർ എഫക്ട്സിൽ എലമെന്റ് 3D എന്ന് പറഞ്ഞ പ്ലഗിൻ യൂസ് ചെയ്ത് ബേസിക് ആയിട്ട് ഒരു ടെക്സ്റ്റ് അനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ഓൾറെഡി ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ന്യൂ കോമ്പോസിഷൻ കൊടുക്കാം. ഞാൻ അവിടെ വിഡ്ത്ത് 1920 ഹൈറ്റ് 1080 കൊടുക്കണം. എന്നിട്ട് ഓക്കെ കൊടുക്കുകയാണ്. നമുക്കൊരു സോളിഡ് കൊടുക്കാം. നമുക്ക് കളറ് ബ്ലാക്ക് ആയി കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഞാൻ ടെക്സ്റ്റ് കൂടെ എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം. നമുക്ക് ഇന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ എടുക്കുക, ഒരു സോളിഡ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് എലമെൻറ്റ് 3D എന്ന് പറഞ്ഞ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഓൾറെഡി ഇത് ആഫ്റ്റർ എഫക്ട്സിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എലമെൻ്റ് എന്ന് അടിക്കുകയാണ്. എലമെൻ്റ് എന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എഫക്ട്സ് കൺട്രോൾ എടുക്കുക. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. ഇവിടെ കസ്റ്റം ലേയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കസ്റ്റം ടെക്സ്റ്റ് ആൻഡ് മാസ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ പാത്ത് ലെയർ 1 എന്നുള്ളത് നമ്മുടെ നെയിം ആയി കൊടുക്കുക. നമുക്കിത് ഹൈഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് സെലക്ട് ചെയ്യുക, സീൻ സെറ്റപ്പ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ വന്നിട്ടുണ്ടാവും. നിങ്ങൾ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബിവൽ സ്കെയിൽ കുറച്ച് കൂടി കൊടുക്കുക. കുറച്ചും കൂടി അപ്പോൾ ഡെപ്ത്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് പ്രീസെറ്റ്സ് സെലക്ട് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും ഒരു പ്രീസെറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിന് തന്നെ ഒരു ബിവൽ ആഡ് ചെയ്യുക. ഞാൻ ഈ ഒരു ബിവലാണ് കൊടുക്കുന്നത്. നമുക്കൊരു എൻവയോൺമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു എൻവയോൺമെൻറ്റാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല റിഫ്ലക്ഷൻ വരുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. നോക്കിയാൽ കാണാൻ പെർഫെക്റ്റ് ആയിട്ട് നമ്മളത് വന്നിട്ടുണ്ട്. നിങ്ങൾ റെൻഡർ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക, ലൈറ്റിങ് സെലക്ട് ചെയ്യുക. നമുക്കൊരു 360 ഡിഗ്രി ലൈറ്റ് ആവശ്യം, അതിൽ 360 ഡിഗ്രി കൊടുക്കുക. നിങ്ങൾക്ക് ഷാഡോസ് സെലക്ട് ചെയ്യുക, ഇത് എനേബിൾ ആയി കൊടുക്കുക. നിങ്ങൾ ഗ്രൂപ്പ് 1 സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് പാർട്ടിക്കൽ ലുക്ക് എന്ന് ഇവിടെ കാണാൻ സാധിക്കും, അത് സെലക്ട് ചെയ്യുക. മൾട്ടി ഒബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ഇനേബിൾ ആയി കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ റൊട്ടേഷൻ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, അത് പെർഫെക്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ആവുന്നുണ്ട്. നമുക്കത് അനിമേറ്റ് ചെയ്യുക. നമുക്ക് റൊട്ടേഷൻ്റെ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. നമുക്ക് ആ കീ ഫ്രെയിം നീക്കി കൊടുക്കുക. നമുക്ക് ഈ റൊട്ടേഷൻ ഇങ്ങനെ അനിമേറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് അനിമേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് 2 സെലക്ട് ചെയ്യുക. നമുക്ക് F9 ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഗ്രാഫ് എഡിറ്റർ എടുക്കുക. നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രാഫായി കൊടുക്കുക. അത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് അനിമേഷൻ വന്നിട്ടുണ്ട്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള അനിമേഷനാണ്. ഇത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോസിൽ അതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് നോക്കാം.